2 ദിവസമായി പുള്ളി അന്വേഷിച്ച് നടക്കുന്നു. കാര്യം ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ നായ്ക്കൾ ഉപദ്രവകാരികളാകാറുണ്ട്. പക്ഷെ മനസാക്ഷിയുള്ള ആളുകൾക്ക് അത് വലിയ ഉപദ്രവമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ വിശന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ അത് കടിക്കുകയൊക്കെ ചെയ്യുന്നേ. മനുഷ്യൻ ഇതിനേക്കാൾ എത്രയോ ക്രൂരനായിട്ട്. ഇതെൻ്റെ സുഹൃത്താണ്, എൻ്റെ ഉറ്റ സുഹൃത്താണ്. ഞങ്ങൾ ഈ തെരുവിലൂടെ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾ എവിടെയെങ്കിലുമൊക്കെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആ നായ്ക്ക് അല്പം ഭക്ഷണം എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മുറിവേറ്റ നായ്ക്ക് അല്പം മരുന്ന് കൊടുക്കാനോ ഒക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. നിരവധി നായ്ക്കളെ നമ്മൾ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ദയ എന്ന ഓർഗനൈസേഷനിലെ ഫൗണ്ടർ ഇവിടെ വന്ന് ഈ വീടിൻ്റെ മുമ്പിൽ വന്ന് ഒരു നായയെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു നായുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. അതായത് ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ അപ്പുറേ ഇദ്ദേഹം പറയുന്ന ഒരു നായ്ക്കുട്ടി 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അത് അദയനീയമായി കിടക്കുന്നു എന്ന് എൻ്റെ അടുത്തൊന്ന് പറയുകയും ആ നായ്ക്ക് അല്പം ഭക്ഷണവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് പറയാനുള്ളത്, നായ്ക്കളോടുള്ള ക്രൂരത ഒന്ന് അവസാനിപ്പിക്കണം. അല്പം ദയ മൃഗങ്ങളോടും കാണിക്കണം. അവരും ഭൂമിയുടെ അവകാശികളല്ലേ. അപ്പോൾ നമുക്ക് ആ നായ്ക്കുട്ടിയെ കണ്ടിട്ട് വരാം. ഈ മേഖലയിലൊക്കെ ആയിരുന്നു ആ പട്ടി നടക്കാറുള്ളത്. നമുക്ക് ഇവിടെയൊക്കെ തപ്പിയിട്ട് കണ്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടങ്ങാപ്പുറേ ഇങ്ങോട്ട് ടൗണാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ആ ലോക്കലിൽ കാണും അല്ലേ? ഈ വീട്ടിലെ സണ്ണി എന്ന് പറഞ്ഞൊരു സാറാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഇദ്ദേഹമാണ് ഈ നായികയെക്കുറിച്ച് ആദ്യത്തെ വിവരം എൻ്റെ സുഹൃത്തിന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ വരികയും ചെയ്തത്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം അവിടെ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ പോകുന്നതിനെ. എന്നിരുന്നാലും ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് നടക്കുന്ന അവിടെ ഒന്ന് പോകാം. നായ്ക്കുള്ള ഭക്ഷണവും മരുന്നുമാണ് ജോളിച്ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. ജോളിച്ചേട്ടനൊരു ഒന്നാന്തരം മൃഗസ്നേഹിയാണ്. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഒന്ന് കയറി അവിടെ ആ ചേച്ചിയോട്, ടീച്ചറോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടെയാണോ? അതിന് നടപ്പുണ്ടോ? ഇല്ല, എങ്ങനെ കണ്ടായിരുന്നോ? കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിലങ്ങ് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് അതിൻ്റെ പരിസരം നോക്കി. ഇനി അവിടെ എങ്ങാനും വല്ലതും പതുങ്ങിയിരിപ്പുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. ഏതായാലും അതിലേക്ക് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ ഈ മേഖലകളിലൊക്കെയാണ് അവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മളിതിലെല്ലാം അന്വേഷിച്ചു, പക്ഷെ അവനെ കണ്ടിട്ടില്ല. എല്ലാവരും ഇന്ന് രാവിലെ കണ്ടവരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അവൻ ഇന്ന് പെട്ടിട്ടില്ല. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇന്നെങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വിശപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അതിലേക്ക് പോയിട്ടുണ്ടോയെന്നൊന്നും അറിയാൻ പറ്റില്ല. അതിൽ ഞാനും കൂട്ടുകാരനും ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ഒരു നല്ല നായ അതെ. ഞങ്ങൾ മുള്ളിരിങ്ങാടുന്ന് തന്നെ. അതിന് ഇന്ന് 3 ദിവസമായി ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു. പൈങ്ങോട്ടൂർ ടൗൺ മൊത്തം ഞങ്ങൾ അന്വേഷിക്കും, കണ്ടിട്ടില്ല. ഏതായാലും പദ്ധതി വിജയിച്ചു. ആളെ കണ്ടുപിടിച്ചു. കണ്ടപടി തന്നെ ആ ഭക്ഷണത്തിൻ്റെ മണമൊക്കെ കിട്ടതേ നമ്മുടെ പുറകെ കൂടി. കഷ്ടം ദൈവമേ. ഇന്ന് 3-ാം ദിവസം അല്ലേ ജോളിച്ചേട്ടാ? ഇന്ന് 3-ാം ദിവസമാണ് ഞങ്ങൾ പുള്ളിയെ കണ്ടുപിടിക്കണേ. ഏതാണെങ്കിലും ഇതിനെ ഞങ്ങളൊരു 4-5 ദിവസം ഇദ്ദേഹം കാണുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഉരുണ്ടിരുന്നതാണ്. അല്ലേ മെഴുത്ത് ഏതൊരു വീട്ടിലെ കുതിരയുടെ ബാക്ക് പോലെ. അത് തന്നെ, അങ്ങനെയാണ് കണ്ടത്. ഈ ഭക്ഷണമൊന്നും കഴിക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ തെണ്ടി നടന്നത് ഒരു കോലം കിട്ടും. ഇനി മിക്ക ദിവസം ഭക്ഷണം കിട്ടും ഇതിന്. പിന്നെ പരിക്കുകളൊക്കെ ഭേദമായിട്ടുണ്ട്. ഉടമ തള്ളിയതും അത് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു. നീ ചോറിനോ വന്നാ? ചോറ കാര്യം ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ നായ്ക്കൾ ഉപദ്രവകാരികളാകാറുണ്ട്. പക്ഷെ മനസാക്ഷിയുള്ള ആളുകൾക്ക് അത് വലിയ ഉപദ്രവമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ വിശന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ അത് കടിക്കുകയൊക്കെ ചെയ്യുന്നേ. മനുഷ്യൻ ഇതിനേക്കാൾ എത്രയോ ക്രൂരനായിട്ട് നമ്മളെ നാട്ടിൽ നടക്കുന്നത്. എന്നാണ് എൻ്റെ ജീവിതത്തിൽ കുറേ നായ്ക്കളെ എനിക്കിതുപോലെ സംരക്ഷിക്കാൻ പറ്റി. അതുകൊണ്ടൊരു സംതൃപ്തിയുണ്ട്. ഒരു നായ്ക്കാണല്ലോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, അല്ലേ വിളിച്ചേട്ടാ? ഒരു നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ നന്ദി ആ നായ കാണിക്കും.
എൻ്റെ അനുഭവത്തിൽ മനുഷ്യനേക്കാൾ എത്രയോ പേര്. 100% പ്രതീക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കണം.